الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وعلى أهل الخير أجمعين أما بعد فما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب قال النبي صلى الله عليه وسلم لأن يهدي بك رجلا واحدا خير لك من الدنيا وما فيها. ഏറ്റവും ആദരണീയരായ മഹാനായ മജ്‌ലിസിന്റെ ചെയർമാനും എല്ലാമായ തങ്ങളവർകളെ, വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഉന്നതരായ ഉലമാക്കളെ, പണ്ഡിത സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് അപ്രാപ്യമായ ഹഖായിഖും കൽപ്പിക്കാനല്ല. അത് ഞാൻ ഒട്ടും അർഹനുമല്ല. മഹാനായ തങ്ങൾ അവരുടെ അനുഗ്രഹാശിസ്സുകൾ നേടി ഭാവി ഭാസുരമാക്കുക എന്നുള്ളതാണ് പ്രഥമവും പ്രധാനവുമായ എൻ്റെ ഉദ്ദേശ്യം. അതിനു പുറമെ നമ്മുടെ എല്ലാമായ അതുല്യനായ മഹാനായ താജുശ്ശരിയ ഷെയ്ഖുന അലിക്കുന്നി ഉസ്താദ് അവർകൾ നവ്വറല്ലാഹു മർകദഹു വനഫഅനാ ബിശഖ്സിയതിഹി വഉലൂമിഹി വമത്തഅനല്ലാഹു ബിഹുസ്നിൽ ഖാതിമ. അവർകളോടുള്ള അധമ്യമായ ആദരവും മധുരമായ സ്മരണകളുമാണ്. മഹാനവർകളെ പറ്റി കൂടുതൽ പറയാൻ വേദി സാഹചര്യം അനുവദിക്കുന്നില്ല. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മഹാനവർകളുടെ ഹാവവും ഭാവവും ശരീരഭാഷയും തന്നെ നീണ്ട വാഴു പരമ്പരയാണ്. സംസാരിക്കേണ്ടതില്ല. എത്ര പ്രശ്നകലുഷമായ മനസ്സിനും അവരുടെ സാന്നിധ്യം കുളിരേകുന്നതാണ്. ഏത് മനസ്സിലും തുളച്ചു കയറുന്ന ഒരു അസാമാന്യ ശക്തി മഹാനവർകൾക്കുണ്ട്. അത്രയും പറയുകയാണ്. നമ്മുടെ വേദിയുടെ കാലാവധി ടൈം അതനുസരിച്ചിട്ട് നീക്കുകയൊക്കെ ചെയ്യണമല്ലോ. എക്സ്പയറി ഡേറ്റ് അതല്ല, മുതാബഖത്തുൽ കലാമി മുഖ്തദൽ ഹാലിന് ചൊല്ലിക്കൊടുത്തവരാണ്. അതുകൊണ്ട് ചോദിച്ചതാ. ഒരു ആലിം ഒരു ദായി ആയിരിക്കണം. ഒരു ദായി നമുക്ക് ഒരു കച്ചവടക്കാരനോട് ഉപമിക്കാം. അപ്പം ചോദിക്കും, എന്ത് കച്ചവടം? ഭൗതിക വിഷയമല്ലേ? അല്ല. വിശുദ്ധ ഖുർആനിൽ ദീനുമായി ബന്ധപ്പെട്ട് കച്ചവടത്തെ പരാമർശിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അല്ലാഹു തആല കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ?
ജൂത ക്രൈസ്തവരെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് വമാ റബിഹത് തിജാറത്തുഹും, അവരുടെ കച്ചവടം ലാഭകരമല്ല. അപ്പൊ കച്ചവടത്തിൽ എന്തിരിക്കുന്നു? ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അർറുക്കുനുൽ ആലം എന്താണെന്ന് പറയാൻ പറ്റും. ആദ്യം ആൾ ഉണ്ടാവേണ്ടത് എന്താ? നിങ്ങള് കൊച്ചാക്കുകയല്ല, നിങ്ങളുടെ പ്രതികരണമാണ് എൻ്റെ ക്ലാസിന്റെ ഊർജം. അതുകൊണ്ട് പറഞ്ഞു ആദ്യം അയാൾക്ക് ഉണ്ടാവേണ്ടത് എന്താ? കച്ചവടക്കാരൻ. നിങ്ങൾ മുതനബിയായിട്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇജ്തിഹാദ് പേച്ചാലും കൂലിയുണ്ട്. മാഷാ അല്ലാഹ്. അതാ കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. VS ഉസ്താദ് റൗസുമാല് മൂലധനം. അപ്പൊ നമ്മുടെ മൂലധനം എന്താണ്? കൂടുതലും പറയേണ്ട ശഖ്സിയത്ത്, നമ്മുടെ വ്യക്തിത്വം. എന്താണ് വ്യക്തിത്വം എന്ന് പറഞ്ഞാല്? നമ്മുടെ നയനിലപാടുകളുടെ, സ്വഭാവങ്ങളുടെ, സമീപനങ്ങളുടെ ആകത്തുകയാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത്. ഈ മൂലധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടിന് പ്രബോധനം ചെയ്യേണ്ടത്. ആര് പഠിപ്പിച്ചു? ആരുമല്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രബോധന വേദിയിൽ ആദ്യം തന്നെ തങ്ങൾ ചെയ്തത് വിശ്വാസ വോട്ടെടുപ്പാണ്. വിശ്വാസം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ലമീർ ഗൈബത്തിലേക്കോ പരലോകത്തിലേക്കോ മടങ്ങരുത്. മനസ്സിന്റെ ലമീർ ഇങ്ങോട്ടേക്ക് മടങ്ങണം. എന്താ? ലൗ അഖ്ബർതുകും أن خيلا تريد أن تغير عليكم في صف هذا الجبل أتصدقوني؟ നിങ്ങളെ അറ്റാക്ക് ചെയ്യുവാൻ ഒരു കുതിരപ്പട ഈ മലയുടെ പിന്നിൽ നിങ്ങൾ കാണുന്നില്ല കേട്ടോ, സജ്ജമായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഖാലൂ നഅം മാ ജറബ്നാ നല്ല പറഞ്ഞത്. എന്നെ പറ്റി ഈ അനുവാചകർ എന്ത് ധരിക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇടയ്ക്ക് വെള്ളം വായി വറ്റുന്നുണ്ട്, ചൂടുവെള്ളം കിട്ടിയാൽ. മറ്റൊന്ന് ഖുർആനിൽ പറഞ്ഞു, ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ. കുറേ കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടില്ല കൂട്ടരെ. കുറെ കാലം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടില്ല. ബുദ്ധിയില്ല കൂട്ടരെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലാക്ക് പോയിന്റ് എന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇതും ചോദ്യമാണ്. ഹദീസിൽ വന്നതും ചോദ്യമാണ്. അപ്പൊ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൊണ്ടാണ്, അതായത് എന്നിൽ എത്രമാത്രം എന്റെ സംബോധിതർ വിശ്വസിക്കുന്നു എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ദഅവത്തിന്റെ ABCD തുടങ്ങേണ്ടത്. ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ഒരുപാട് വഅള് പറഞ്ഞത് കൊണ്ട്,
ഒരുപാട് പ്രസംഗിച്ചത് കൊണ്ട് അത് ഫലിക്കില്ല. തിരിയുന്നൊരു ഉദാഹരണം പറയാം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം എന്ന ഉപാധിയോടുകൂടി എല്ലാ മുഖവും ഇപ്പോൾ തൽക്കാലം എന്നെ നോക്കൽ സുന്നത്താണ്, വാജിബാണെന്ന് ഞാൻ പറയുന്നില്ല എന്ന കണ്ടീഷനോട് കൂടി എന്താ മോട്ടറിട്ട് മോട്ടറിന് ടാങ്കിയിലേക്ക് വെള്ളം വർക്ക് ചെയ്യുന്നുണ്ട്, മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് മണിക്കൂറുകൾ ഇട്ട്. പക്ഷെ എന്ത് വരുന്നില്ല? പറ, എന്ത് വരുന്നില്ല? ടാപ്പ് തിരിച്ചപ്പോൾ എന്ത് വരുന്നില്ല? മോട്ടർ ഇട്ടിട്ടോ മണിക്കൂറുകളായി. എന്തേ ടാങ്കിക്ക് ലീക്കുണ്ട്. അപ്പൊ നമ്മുടെ ചില മൈനസുകൾ നമ്മുടെ പ്രബോധനത്തെ ലീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് തട്ടേണ്ടടുത്ത് തട്ടുന്നില്ല, കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നില്ല. അതായത് ഇയാളാരിത് പറയാ, ഇയാൾക്കെന്തൊരു അവകാശം എന്നുള്ള ഒരു ചോദ്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഒരു ഹദീസാണ്, ആഴത്തിൽ ചിന്തിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ ഒലു അൻ തൽക അഖാക ബിവജ്ഹിൻ തൽകിൻ. മുത്തഫഖൻ അലൈഹിയായ ഹദീസാണ് കേട്ടോ അത്. ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നല്ല കാര്യം ഒന്നിനെ നിങ്ങൾ നിസ്സാരമായി കാണണ്ട. അവിടെ ഇങ്ങോട്ട് നോക്കണം, അവിടെ ഇങ്ങോട്ട് നോക്കണം, അവിടെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണം. പ്രത്യേകിച്ചിട്ട് നിന്റെ സഹോദരനെ സുസ്ബേരവദനായി പുഞ്ചിരിയോടുകൂടി നീ അഭിമുഖീകരിക്കലും മഅറൂഫാണ്. അസ്സലാമു അലൈക്കും, മുസ്സലാം. മുസ്സലാമോ? മുത്തലാക്ക് കേട്ടിട്ടുണ്ട്. മുസ്സലാമ ഇന്നത്തെ മോഡേൺ സലാം. അതായത് നിന്റെ സലാം പൂർത്തിയാക്കാൻ എനിക്ക് നേരമില്ല. അവിടെ അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ നഷ്ടം? ചെയ്യാറില്ല. അസ്സലാമു അലൈക്കും, മുസ്സലാം. കൊടുത്തത് തന്നെ തിരിച്ചു കിട്ടുന്നില്ല. കൊടുത്തത് തന്നെ തിരിച്ചു കിട്ടുന്നില്ല. കണക്കിന് കിട്ടേണ്ടത് കൊടുത്തതിനേക്കാൾ കൂടുതലാണ് തിരിച്ചു കിട്ടുന്നത്. നിങ്ങളോട് ഒരു അഭിവാദ്യം അർപ്പിക്കപ്പെട്ടാൽ കയ്യെങ്കിൽ അതന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് തിരിച്ചു കൊടുക്കുക. ഈ ഇരിക്കുന്ന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയട്ടെ. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഇന്ന് മുതലൊന്ന് തുടങ്ങാൻ നിങ്ങളെ കൊച്ചാക്കുകയല്ലേ. എൻ്റെ ദൗത്യം തെദ്കീർ തംബീഹാണ്, തദ്രീസല്ല. നിങ്ങൾക്കറിയാത്തത് പഠിപ്പിക്കലല്ല, നിങ്ങൾ പഠിച്ചത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തലാണ്, ഉണർത്തലാണ്. നമ്മളിൽ എത്ര കൂട്ടർ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എങ്ങനെയാണ്ട അബസ വതവല്ല, മുഖം ചൊളിച്ചിട്ടായിരിക്കും, നോക്കാൻ തന്നെ ഇല്ല. നോക്കുക ഇതിൻ്റെ ഒരു എഫക്റ്റ്. ഒരിക്കലും ഒരാളോട് അങ്ങനെ പറഞ്ഞപ്പോൾ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പ്രതികരിച്ചത്, ഉസ്താദേ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു സലാം മടക്കൽ എനിക്ക് കിട്ടിയിട്ട് ഇപ്പം അടുത്ത കാലത്തൊന്നും എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല. നോക്കിയിട്ട് ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലു അൻ തൽക അഖാക ബിവജ്ഹിൻ തൽകിൻ. നല്ല മുഖത്തോടു കൂടി. ഇതാണ് ആദ്യത്തെ നമ്മുടെ മുഖാമുഖം. മറ്റൊരു കാര്യം നോക്കിയോ, ഞാൻ എന്താണ് പല വീടുകളിലും മരണപ്പെടുന്നു. നമ്മുടെ വ്യക്തിത്വത്തിന്റെ വികസനത്തിന്റെ ചില സൂചനകളാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. ഇങ്ങോട്ട് നോക്കണം. എല്ലാവരും മുത്തക്കല്ലിമിന്റെ ലമീറിലേക്ക് നോക്കുക. ഞാൻ ഇങ്ങനെയാണോ? മരിച്ച വീട്ടിൽ പോകുന്നു. മരിച്ച വീട്ടിൽ പോയിട്ട്
ഭക്ഷണം കഴിച്ചിട്ട് പറപ്പ ഉള്ളത് പറയാലോ. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് എത്ര പേരുണ്ട് ആ പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് അഅലമല്ലാഹു അജ്റക വഅഹ്സന അദഅക വഗഫറ ലി മയ്യിതിക എന്ന് ആ മരിച്ച ആൾക്കാരുടെ ബന്ധുക്കളുടെ കൈപിടിച്ചുകൊണ്ട് ഈ സുന്നത്തായ ഈ കാര്യം ചെയ്തവർ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ട്? ചെറിയ സ്വാധീനമൊന്നുമല്ല. ഇങ്ങനെ മുദരിസ് ഒരു ഖതീബ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം വീട്ടിൽ പോയപാട് ഒത്ത കുറെ മക്കള് വിറ്റാരാ ജീവിച്ചിട്ടുള്ള വെള്ളം പിന്നെ കുടിക്കാം, അതാ ജീവിച്ചിട്ടുള്ള ഇത് മോനെ, ഇത് പുതിയാപ്പള, ഇതൊക്കെ കൈകൊണ്ട. ഇതാര് കാണണം? നാട്ടിലെ ബഡുവഞ്ചിയും ഔക്കൂച്ചിയും മമ്മദാക്കയും പോക്കർക്കയും കാണണം. അങ്ങനെ ഉണ്ട് ഉസ്താദ്. എന്താ ഉസ്താദ്? പിന്നെയോ ചോദിക്കും, ഉസ്താദ് എന്താ ചൊല്ലിയത്? നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. തന്നെയാണ്. എങ്കിലും കൊടുക്കുന്ന ആരോ ആടെ പരലോകത്തിലേക്ക് പോകാനുള്ള വിസ വാങ്ങുന്നുണ്ട്. അതാ ആലമുൽ ബർസഖിലേക്ക് പോകുന്നവനുള്ള ആടെ ഒന്ന് വിളിക്ക്. എൻ്റെ സമ്മതമില്ലാതെ നാട് വിട്ടു പോകാൻ പാടില്ല. നിങ്ങളോടാ പയ്യായിട്ട് പറയുന്നു. അപ്പൊ എത്ര പേരുണ്ട് ഇതിങ്ങനെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. വിദേശ കാര്യമല്ല, ആഭ്യന്തര കാര്യമായി പറയുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്ന പറഞ്ഞത്. എത്ര പേരുണ്ട് പറയുന്നത്? നല്ലൊരു ദൈവത്തിലെ ഇരിക്കട്ടെ. മിമ്പർമ കയറി ഇരുന്നാലാണ് മുഅദ്ദിൻ എന്താക്കുക? എന്താ മിണ്ടാത്തത്? അല്ല, അങ്ങനെയല്ല നടപ്പ് അല്ലേ? ആണോ? ബാങ്ക് കൊടുത്തതിന് ശേഷം ഖതീബ് എവിടെയുണ്ട് ഇപ്പോ? അല്ലാഹുമ്മ ബഹരി ദഅവത്തി തമ്മ ചൊല്ലി. ഓക്കെ, എത്ര പേരുണ്ട് ആയത്തുൽ കുർസി ഓതുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദക്കായിക്കും ഹക്കായിക്കും അല്ല പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി യഅലമു മാ ബൈന ഐദിഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയുസ് സമാ. അപ്പം തടിച്ചുകൂടിയ നമസ്കരിക്കാൻ വന്നവര് ഇതെന്താക്കുമെന്ന് ശ്രദ്ധിക്കും. നമ്മൾ എത്ര പേര് ഓതി. അപ്പൊ അവർക്ക് തോന്നും ബാങ്കിന് ശേഷം ഈ മീറ്റിംഗ് നോട്ടീസ് അടിച്ചാലും കൂടി കിട്ടൂല. ഇങ്ങനത്തെ ഒരു വേദി നിർബന്ധമായിട്ടും പങ്കെടുത്ത വേദിയാണിത്. ഈ ജുമാന്റെ മീറ്റിംഗ് തടിച്ചുകൂടി ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരു മെക്കാനിക്കുകാരൻ പോലെയാണ്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഒരു കമ്പിയും കമ്പി കഷ്ണവും എല്ലാം അയാളെ ഇത് കിട്ടിയ എനിക്ക് ഇവിടെ ഒന്ന് മുറുക്കാം, അവിടെ ഒന്ന് തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പെറുക്കിയെടുക്കും അയാളെ സംബന്ധിച്ചിടത്തോളം. എന്നുപോലെ ദേവയെ സംബന്ധിച്ച് നമ്മുടെ ദേവ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണലായിട്ടല്ല ചിന്തിക്കേണ്ടത്, ലോ ഗ്രേഡിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടുന്ന ചിന്തിക്കേണ്ടത് താനുള്ള അയാളുടെ മുഖഭാവം കാണുമ്പോൾ അയാൾ അങ്ങോട്ട് നോക്കി ചിരിക്കുക എന്ന് പറയും. എന്നെ നോക്കിയിട്ട് ചിരിച്ചാൽ നിങ്ങൾക്ക് എത്ര കൂലി കിട്ടും? ആ തിരിച്ച എന്നോടെങ്കിലും ഇരിക്കട്ടെ. അപ്പോ എന്റെ സ്വഭാവമാണ് ഇത് മാറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ കൂട്ടപ്രാർത്ഥന നടത്തുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തകരാറുണ്ടാവില്ലേ? ഇതെന്താ ഇപ്പൊ ഇയാൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾക്കുള്ള കുതിര കയറിയ ഇപ്പൊ മറ്റേ കുതിര ആന കയറിയ അങ്ങനെ പ്രയോഗം ഉണ്ടോന്നുള്ള വേറെ കാര്യം. ഇരിക്കട്ടെ, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ നല്ലൊരു ദവാത്തായി. മറ്റൊന്ന് ഉസ്താദേ എനിക്ക് പോകേണ്ട സമയമായി. ഞാൻ ഗൾഫിലേക്ക് പോവാണ്. ഇതെല്ലാം പൊടി തട്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങണേ. ഇത് ചൊല്ലിക്കൊടുക്കാനുള്ളതല്ല, ഈ തിയറി പ്രാക്ടിക്കലാക്കാനുള്ളതാണ്, വെളിച്ചം കാണാനുള്ളതാണ്. എത്ര പേര് ചെയ്യുന്നുണ്ട്? ചിന്തിക്കേണ്ട കാര്യമാണ്.
ചെറിയ വലിയ കാര്യങ്ങളാണിത്. ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽക അഖാക ബിവജ്ഹിൻ തൽകിൻ. മനപ്പാടാണോ? അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് മാസം കണ്ട ദിവസം അത് ഹസീബ് കൂട്ടിട്ട് പോവാണ് പ്രസിഡന്റ് സെക്രട്ടറിയിലേക്ക്. ഇതിനെ മാസം കാണാൻ. അപ്പോ മാസം കണ്ട് കണ്ട് വ്യർത്ഥല്ല. അല്ലാഹുമ്മ അഹില്ലഹു അലീന ബിൽ അംനി വൽ ഈമാനി വസ്സലാമതി വൽ ഇസ്ലാമി ഹിലാല ഖൈറിൻ വറുഷ്ദിൻ. എന്തൊരു ബറക്കത്താ! ഇയാള് പഠിക്കും. ഇത് പറയാൻ കാരണം ഇതൊക്കെ ഞാൻ ഭാവനയിൽ നിന്ന് ഇട്ടല്ല, 23 കൊല്ലത്തെ ഖുർആൻ ക്ലാസ്സിൽ നിന്നുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. ഖുർആൻ ക്ലാസ്സിന്റെ ഇടയിൽ ഇശവാൻ കൊടുക്കുമ്പോ ഞാൻ അവിടെ പഠിതാക്കൾ മുമ്പിലുണ്ടാവും. അപ്പൊ ഞാൻ ആയത്തിൽ കുറിച്ച് മിക്കട്ടോ ഉസ്താദെ കാണപ്പെടായി ആയത്തിൽ കുറിച്ച് സുന്നത്ത്. ഇങ്ങനെയാ സുന്നത്തിനെ നമ്മൾ തിയറിയിലൂടെ അല്ല, പിന്നെ പ്രാക്ടിക്കലൂടെയാണ്. ഇതാണ് സമൂഹം നന്നാവുന്ന ഒരു കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്തിഹാസുൽ ഫുർസ, അവസരം ഉപയോഗപ്പെടും. അവസരം ഉപയോഗപ്പെടുത്തുക. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കവച്ചു വെക്കുന്ന ഒരു പ്രബോധകൻ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് ജനിക്കുകയില്ല. അത് ഒരു ഈമാൻകാരിയായിട്ട് ഗൈബ് കൊണ്ട് വിശ്വസിച്ചാൽ പോരാ, നമുക്ക് ബോധ്യപ്പെടണം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ഏതൊക്കെയാണ് തങ്ങൾ പ്രബോധനമായി മാറ്റുന്നത് നോക്കുക. നടന്നു പോവുകയാണ് വഴിയിലൂടെ. കൂടെ ആരുണ്ട്? മലക്കുകളാ, സ്വഹാബത്ത്. അപ്പൊ തങ്ങൾ പറയാണ്, ഒരു ചെവി മുറിഞ്ഞ ആടിന്റെ ശവശരീരം വഴിയിൽ എന്താക്കുന്നു, കിടക്കുന്നുണ്ട്. അത് ഉപയോഗപ്പെടുത്തി നമ്മളെന്താ പറയാ, ഇതാരും ഇല്ല ഈ നാട്ടിൽ നിന്ന് എടുത്തു മാറ്റാന്. തങ്ങളും അതും ഒരു അതും എന്താക്കി മാറ്റി എങ്ങനെയാ ദയവ് ചെയ്ത് ചില സാങ്കേതിക കാരണത്താൽ ഉറക്ക് തൂക്കൽ നിർത്തിവെച്ചിരിക്കുന്നു എന്ന നിയത്തോടു കൂടിയിരിക്കുക. കൃത്യനിഷ്ഠമായി ഉറങ്ങുന്ന ഉറക്കാൻ നമുക്കറിയാം. പക്ഷെ ഇന്ന് ചില പ്രത്യേക കാരണത്താൽ ഈ പഴയ പാരമ്പര്യമുള്ള ഉറക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് നിയത്തോടു കൂടി ഉറക്ക് തൂക്കൂല. അപ്പോ തങ്ങൾ ചോദിക്കുകയാണ്, കൂട്ടരെ അയ്യുക്കും യുഹിബ്ബു ഹാദാ ബിദിർഹമിൻ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദിർഹം തന്നാ നിങ്ങൾ ഇത് എടുക്കാൻ ഇഷ്ടപ്പെടുമോ? അപ്പൊ സഹാബത്ത് എന്താ പറഞ്ഞത്? ജീവനുള്ളതായാൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടൂല. കാരണം എന്താ? അസക്ക് ബിജദീൻ അസക്ക് എന്താ അതിന്റെ വൈകല്യം, ചെവി മുറിഞ്ഞു പോയി. എന്നിട്ട് വേണ്ട അള്ളാഹുവിന്റെ റസൂലെ ചത്ത ഈ ശവം ദിർഹം എടുത്തിട്ട് വാങ്ങാൻ എത്ര മനസ്സിൽ തട്ടുന്ന എക്സാമ്പിൾ ഇല്ലാന്ന്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവുണ്ടല്ലോ, നിങ്ങൾ നെട്ടോട്ടം ഓടുന്ന ദുനിയാവ്, അഹ്വനു അലല്ലാഹി ലക്കും മിൻ ഹാദാ, നിങ്ങൾക്ക് ഈ ചത്ത ആടിനെ എത്ര നിസ്സാരമായി കാണുന്നു, അതിനേക്കാളും നിസ്സാരമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവ്. എത്ര നല്ല പ്രബോധനശൈലിയാണ് തങ്ങൾ സ്വീകരിച്ച. അവസരം ഉപയോഗപ്പെടുത്തുക. നോട്ടീസ് വേണ്ട, മൈക്ക് വേണ്ട, സ്റ്റേജ് വേണ്ട, ഒന്നും വേണ്ട. ഓരോ നടത്തവും കാണിച്ചത് നോക്കുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ റഹ്മത്ത് പരിചയപ്പെടുത്താൻ തങ്ങൾ കണ്ട ഒരു സംഭവം. ഏത് സംഭവം തങ്ങളെ ദൈവത്താക്കി നോക്ക്. ബന്ദികളിൽപ്പെട്ട ഒരു സ്ത്രീ
തന്റെ കുട്ടിയെ കാണാതെ നെട്ടോട്ടം ഓടുകയാണ്. എന്റെ കുട്ടിയെവിടെ, എന്റെ കുട്ടിയെവിടെ, എന്റെ കുട്ടിയെവിടെ, പരക്കം പാടുകയാണ്. വേവലാതി, ബേജാറ്. കുട്ടിയെ കിട്ടി. വളരെ വാത്സല്യത്തോടുകൂടി കുട്ടിക്ക് എന്ത് കൊടുക്കുന്നു? മുല കൊടുക്കുന്നു. മുല കൊടുക്കുന്നു. അത് നിരുത്സാഹങ്ങൾ ചൂണ്ടിക്കാട്ടി. എന്താ തങ്ങൾ ചോദിച്ചത്? കുട്ടരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സ്ത്രീ ഈ കുട്ടിയെ തീയില് ഇട്ട് കളിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. എങ്ങനെ ഈ സ്ത്രീ തന്റെ കുഞ്ഞിനെ അല്ലാഹു തആല അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹി ലിവലദിഹാ. അല്ലാഹു തആല തന്റെ ദാസന്മാരോട് ഈ സ്ത്രീക്ക് തന്റെ കുട്ടിയോടുള്ളതിനേക്കാൾ ഇത് നമ്മള് ഈ വേദിയൊന്നും ഉപയോഗപ്പെടുത്താതെ നേരത്തെ പറഞ്ഞത്ര ഊഷ്മളത ഇതിനെന്താവൂല കിട്ടൂല. അപ്പൊ പ്രബോധകൻ ചിന്തിക്കേണ്ടത് എന്താണെന്നറിയുമോ? എന്താന്ന് ഇക്കാര്യം. പിന്നെ ഖതീബ് മിനൽ മിഹ്റാബി ഇലൽ ഗുർഫ വഇലൽ ഗുർഫതി മിനൽ മിഹ്റാബ്, ടൗൺ ടു ടൗൺ. മിഹ്റാബിൽ നിന്ന് പോകുന്നതാ എവിടത്തേക്ക്? റൂമിൽ നിന്ന് വരുന്നതാ എവിടത്തേക്ക്? വെളത്തോട്ടോ ഇടത്തോട്ടോ. മൂപ്പർ തിരിഞ്ഞു നോക്കൽ മൂപ്പർക്ക് കറാത്ത. നിസ്സാന്തങ്ങളോ അവിടെ നോക്കും, ഇവിടെ നോക്കും, തിരുത്താൻ എന്തുണ്ടോ നോക്കും, അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കും. തങ്ങളെ മാതൃകയല്ലാതെ പിന്നെ നമ്മൾക്ക് ആരെ മാതൃക? നോക്കുക തങ്ങൾ ചെയ്തെന്താണ് നിങ്ങൾക്ക് പരിചയമുള്ള നിസ്കാരത്തിലൂടെ ഒലുടുക്കുക, തങ്ങളത് കാണുക. ഒലുവിലെടുത്ത് കാല് നന്നായിട്ട് എന്താകുന്നില്ല, കഴുന്നില്ല. മടമ്പന്മാർക്ക് കഷ്ടം, മടമ്പന്മാർക്ക് നരകം. മടമ്പന്മാര് കാല് കഴുകിയത് ശരിയായിട്ടില്ല. ഞാൻ അടക്കം, ഞാൻ നിങ്ങളിലെ വിനീത് അങ്ങനെ, നിങ്ങൾ മാത്രം ഞാൻ വെത്തൊരു പുണ്യവാളനും നിങ്ങളൊക്കെ ദോഷക്കാരും അല്ല കേട്ടോ. ഞാൻ അടക്കമാണ് ഈ പറയുന്നത്. ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരവും ഒതുവൊക്കെ നമ്മളിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ട് തിരുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം. ഇത് നിങ്ങൾ പഠിച്ചു തന്നെയാണ്. മറ്റൊരു സംഭവം, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളും അസ്ഹാബു ഫിൽ മസ്ജിദി, പള്ളിയിലാണ് രംഗം. തങ്ങളും സഹാബത്തും എല്ലാവരും ശ്രദ്ധിക്കുക, പേര് നിർത്തു. പള്ളിയിലാണ്. ഒരാൾ കടന്നു വന്നു. എന്തായി? അല്ല, വന്നപാടെന്തായി? നബിസാനങ്ങൾക്ക് സ്വലാം ചൊല്ലി. എന്നിട്ടോ നിസ്കരിച്ചു. അയാളെ നിസ്കരിച്ചോട്ട് അയാളെ ഇരിക്കുന്നുണ്ടാവുകൊണ്ട് തങ്ങളെന്താക്കിയില്ലേ നോക്കാണ്ട് നിന്നില്ല. തങ്ങളെന്തായി? ഇദ്ദേഹത്തിന്റെ നിസ്കാരം സസൂക്ഷ്മം എന്തായി? സസൂക്ഷ്മം. മലയാളം പറ കൂട്ടുപോയാലും വരുന്നുണ്ട്. ഇത് ആ ക്യാമന്താണ്ട് അലാമത്ത് പോലെ ഉറക്കിന്റെ അലാമത്താണത്. അങ്ങനെയുണ്ട്. അള്ളാഹു തളിച്ചിട്ട് അലാമത്തൊക്കെ വെച്ചിട്ടുണ്ട് ഓരോന്നിന്. ഒന്നാമത്തെ അലാമത്താ കോട്ടുപോയ. എന്താ ചോദിച്ചു? സസൂക്ഷ്മം. അതാ മാഷാല്ല നിരീക്ഷിച്ചു. നിങ്ങൾ പ്രാസംഗികനാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചേരുംപിടി ചേർക്കാനുള്ള പദം കിട്ടിയത്. ആരോപന്റെ സസൂക്ഷ്മം നോക്കി നിരീക്ഷിച്ചു. അതാണ് ഫിറ്റായ പദം. നിരീക്ഷിച്ചു. കഴിഞ്ഞു. തങ്ങളെന്താണ്?
നീ എന്തായിട്ടില്ല നീ എന്താ ചെയ്ത് കാട്ടിക്കൂട്ടിയ രണ്ടാമതും അതാ അയാൾ രണ്ടാമത് പോയി തിരിച്ചു വന്നു തങ്ങൾ 3 പ്രാവശ്യം ഇതെന്തായി തങ്ങള് 3 പ്രാവശ്യം തങ്ങൾ ഇതെന്തായി 3 പ്രാവശ്യം എന്തായി നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ എന്തെല്ലാം കാര്യങ്ങൾ തങ്ങൾക്ക് ശ്രദ്ധിക്കാനുണ്ടാവും ഇതിന്റെ ഇടയ്ക്ക് ഇയാള് നിസ്കാരം കഴിയുന്നവരെ ഇപ്പൊ നമ്മളോട് തങ്ങൾക്ക് പണിയില്ല എനിക്ക് ആടെ നിക്കാഹുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതുണ്ട് ഇതുണ്ട് കുറ്റിയടിയുണ്ട് മറ്റുണ്ട് എന്നൊക്കെ പറയാം തങ്ങൾ പറഞ്ഞതാ തങ്ങൾക്ക് സമയം കിട്ടി 3 പ്രാവശ്യവും ഇയാള് ഇതേപോലെ ആവർത്തിച്ചപ്പോ ഇയാള് ചോദിച്ചു ഫഅലിംനി യാ റസൂലല്ലാഹ് എനിക്ക് പഠിപ്പിച്ച എന്താ എന്റെ ഇവിടെ ചോദ്യം എന്നാ ആദ്യം തന്നെ തങ്ങൾക്ക് ഇതെന്താക്കാമായിരുന്നില്ലേ പഠിച്ചു കൊടുക്കാം والتابعين لهم بإحسان إلى يوم الدين ثم التابعين لهم ആരെങ്കിലും മൻ സന്ന ബിദ്അത്തൻ സയ്യിഅത്തൻ ഫലഹു അജ്റു മൻ അമില ബി ഒരാൾ ഇമാമായ ഒരാൾ ഉറക്കം തൂക്കൽ ഉദ്ഘാടനം ചെയ്ത് മറ്റാളാണെന്ന് ഞാൻ ഈ ഇമാമിനോട് കൂടി തുടർന്നു മറ്റു നിയത്തോട് കൂടിയിട്ട് അയാളും തൂക്കാൻ തുടങ്ങി ഉറക്ക് ഇരിക്കട്ടെ ഇതും ഒരു ഉറക്ക് സംഹാരിയാണ് എൻ്റെ ഈ പറച്ചൽ കേട്ടോ അങ്ങനെ അയാള് അതാദ്യം ഇല്ല ഇയാൾക്ക് അറിയാനുള്ള താല്പര്യം ഇങ്ങോട്ട് ജനിച്ചാല് ഉത്തരത്തിന് എന്തുള്ളൂ വേണ്ടാതെ എറിഞ്ഞു കൊടുക്കാൻ പാടില്ല ഈ പാഠവും കൂടി തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ ഇതിന്ന് എന്ത് പ്രബോധനം എന്താണ് എന്ന് നമുക്ക് എന്താക്കാൻ നന്നായി മനസ്സിലാക്കാൻ കഴിയും ഇനി എല്ലാവർക്കും നിർത്തണോ അല്ല ചില ആള് സിഗ്നൽ നൽകുന്നുണ്ട് നിർത്തിക്കോ ഡേഞ്ചർ സിഗ്നൽ നൽകുന്നുണ്ട് 2 ആള് നൽകി കഴിഞ്ഞു നിർത്തണോ ഇനി വിഷയാവതരണം നന്നായി തങ്ങള് വളരെ അവഗാഹമുള്ള മഹാനായിരുന്നു ഏത് വിഷയത്തിൽ വിഷയ അവതരണ വിഷയത്തിൽ ജനങ്ങളെ പ്രബോധിതരെ പഠിതാക്കളെ എങ്ങനെ കയ്യിലെടുക്കാൻ കഴിയുമെന്ന് തങ്ങൾക്ക് നല്ല പോലെ അറിയാം ഇവിടെ നോക്കുക ചോദ്യം പ്രതീക്ഷിക്കാം പ്രതീക്ഷയോടുകൂടി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വല്ലാഹി ജുംല മുഫീദായോ ഇല്ലേ നിങ്ങളൊന്ന് പറയണം നിങ്ങൾ നഹ്വ് പഠിച്ചവരാണല്ലോ ജുംല മുഫീദായോ ഇല്ലേ എന്തേ മാഷാ അല്ലാഹ് ഫായിലും പറഞ്ഞിട്ടില്ല പങ്കെടുക്കുന്നുണ്ടോ
لا إله إلا الله اللهم رب هذه الدعوة التامة آتي محمد أعوذ بالله من الشيطان بسم الله الرحمن الرحيم الله لا إله إلا هو لا تأخذه سنة ولا نوم വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വല്ലാഹി ലാ യുമിനു എന്ന് പറഞ്ഞു, പക്ഷെ ജുംല എന്തായിട്ടില്ല. തങ്ങൾ ഇതേ ജുംല എന്തായി 3 പ്രാവശ്യം എന്തായി. അപ്പൊ തങ്ങൾക്ക് മുഫീദായ ജുംല പറയാൻ അറിയട്ട. കാരണം എന്താ ജുംല മുഫീദായിരിക്കാൻ കാരണം? ഫായിൽ എന്താണ്? ഉംദയാണ്, എന്തല്ല ഫദ്ലല്ല. എന്താ ഇതിലെ രഹസ്യം? അതാ ബേക്കിൽ എന്ത് ഫായിൽ ഉംദ, എന്ത് ഫദ്ല. അപ്പോ ജിജ്ഞാസ അപ്പം തന്നെ പ്രതികരണം വന്നു. മൻ യാ റസൂലല്ലാഹ്, ആര് അല്ലാഹുവിന്റെ റസൂലേ, ആര് മുഅ്മിനല്ല എന്നാ തങ്ങള്? കണ്ട പ്രതികരണം കണ്ടോ? സദസ്സെന്ന് വാചകം പൂർത്തിയാക്കിയിട്ടില്ല. പൂർത്തിയാക്കാതെ തന്നെ സദസ്സെന്ന് പ്രതികരണം വന്നു. എന്ത് വന്ന്? തങ്ങൾ മൂന്നോട്ടം പറഞ്ഞല്ലോ. എന്ത് മറ്റേ ലമീർ മർജിയില്ല പറഞ്ഞു. ഫായിൽ അപ്പഴാ പറഞ്ഞത്. എന്താ? മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖ. തന്നെ കൊണ്ടുള്ള ഷർറിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് തന്റെ അയൽവാസിക്ക് നിർഭയമില്ലേ? അവനെ കൊണ്ട് അടങ്ങാറായി പൊറുതിമുട്ടി എന്റെ അയൽവാസി കഴിയേണ്ടി വരുന്നു. അങ്ങനെയുള്ളവൻ ആരല്ല? മോമിന. നോക്കിയട്ടെ വിഷയത്തിന്റെ ഗൗരവം നോക്കിയട്ടെ. സദസ്സിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇളക്കി മറിച്ചു. അതേസമയം ഈ ജുംല ഒന്നിച്ചെന്നെ തങ്ങൾ അങ്ങ് പറഞ്ഞു. എങ്ങനാ? വല്ലാഹി ലാ യുഅ്മിനു മൻ ലാ യഅ്മുനു ജാറുഹു ബവായിക്കു എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റ് കിട്ടൂല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോ ഹദീസ് വരികൾ വായിച്ചപ്പോരാ, വരികൾക്കിടയിലും വായിക്കണം നമ്മൾ. നമുക്ക് എത്രയോ ദൈവത്തിലുള്ള പോയിന്റ്സ് കിട്ടുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും പ്രസംഗത്തിന്റെ കേസറ്റൊന്നും നമുക്ക് കാണാപ്പെട്ട. ഇപ്പൊ ഹാഫിൽ മില്ലത്തി ദീനല്ല, ഇപ്പൊ ഹാഫിദ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇതാണ് ഇപ്പൊ ഹാഫിലിങ്ങൾ ഉള്ളത്. മറ്റാള് പറഞ്ഞ അങ്ങനെ കുറച്ച് നോക്കാം. പുതിയൊരു ആവിഷ്കാരം എന്നാ അതിന് പറയാ. മുമ്പൊന്നും പറയാത്തൊന്ന് കാര്യം നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. കാരണം നമ്മളെ പ്രമാണങ്ങൾ എത്രയോ അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് അപ്പൊ ഇവിടെ തങ്ങൾ എന്താ ചെയ്തത്? തങ്ങൾക്ക് അറിയായിട്ടല്ലല്ലോ. അല്ല, ഇതാണ് തങ്ങളുടെ എന്ത് ശൈലി? കൂട്ടരെ അവതരണ ശൈലി കേട്ടോളി. മറ്റൊന്ന് എന്ത്? ഇത് ചോദ്യം ഇടുക. ഞാനിപ്പോ ചോദ്യം ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, തങ്ങളും ചോദ്യം ഇടും. അത്തദ്റൂന മനിൽ മുഫ്ലിസ്? ചോദ്യം തുടക്കം തന്നെ. നിങ്ങൾക്കറിയാമോ മുഫ്ലിസ് ആരാണ്? പാപ്പർ എല്ലാം നഷ്ടപ്പെട്ട് ജപ്തി ചെയ്യപ്പെടുന്ന അവസ്ഥയിൽ. അപ്പൊ സഹാബത്ത് അവർക്കറിയുന്ന മറുപടി പറഞ്ഞു. അൽ മുഫ്ലിസു ഫീന, നമ്മുടെ കൂട്ടത്തിലുള്ള മുഫ്ലിസ് ലൈസ ലഹു ദിർഹമുൻ വലാ മതാഉൻ, കാശും ഇല്ല സാധനവും ഇല്ല, അങ്ങനെയുള്ള ആളാ. അപ്പൊ തങ്ങൾ എന്താക്കുകയാണ്? എന്നാ പിന്നെ കേട്ടോളി. ഈ ആമുഖത്തോടു കൂടി പറയാണ്. എന്താ പറയുന്നത്? ഫഖാല അൽ മുഫ്ലിസു ബിൻ ഉമ്മത്തി, എന്നാൽ എന്റെ ഉമ്മത്തിലെ മുഫ്ലിസ് ഇതൊന്നും അല്ല. ആരാന്നറിയുമോ? يأتي يوم القيامة بصلاة وصيام وزكاة. ഇബാദത്തുകളൊക്കെ
ചാക്ക് കണക്കിനുണ്ട്. നിസ്കാരം, നോമ്പ്, സക്കാത്തെല്ലാം ആയിട്ടാണ് എവിടെ എത്തുന്നത്? മഹ്ശറയിൽ എത്തുന്നത്. എന്നിട്ടോ പക്ഷെ ഇവന്റെ എന്താ? ഇവന്റെ റിപ്പോർട്ട് എന്താ? FIR എന്താ? ഇവനെ ചീത്ത പറഞ്ഞു, അവനെ പരദൂഷണം പറഞ്ഞു, അവനിൽ ഇല്ലാത്ത ആരോപണം നടത്തി, ഇവന്റെ മുതല് ഭക്ഷിച്ചു. ഇങ്ങനെ കുറെ തങ്ങളെ പൂർത്തി നിങ്ങൾക്ക് അറിയാലോ ഹദീസ്. അങ്ങനെ എല്ലാവർക്കും എന്താക്കാണ്? ഇവന്റെ സക്കാത്ത് നോമ്പൊക്കെ എന്താക്കാണ്? കടബാധിതർക്ക് എന്താക്കാണ്? കൊടുക്കുകയാണ്. എന്നിട്ടും ഇവന്റെ ദോഷം എന്താകുന്നില്ല, തീരുന്നില്ല. എന്നിട്ടോ ഇവന്റെ ഹസന എന്താക്കാണ്? അവരുടെ തിന്മകള് ഇവനിലേക്ക് എന്താക്കാണ്? ട്രാപ്റ്റ് ആക്കുകയാണ്. അവസാനം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. എത്ര സുന്ദരമായ അവതരണമാണ് ഈ സാധനങ്ങൾ ചെയ്തത്. പിന്നെ ഒരു ചോദ്യം, തങ്ങൾ ചോദ്യം കൊണ്ട് ക്ലാസ് തുടങ്ങണം. എന്തിനാ ചോദ്യം കൊണ്ട് ക്ലാസ് തുടങ്ങുന്നത്? ക്ലാസ് തുടക്കാൻ സ്വബീസ്കരിച്ചിട്ട് ക്ലാസ് തുടങ്ങുമ്പോ മമതാക്കൾ ഉണ്ടാവും. ഞങ്ങി പോകുന്ന ഉസ്താദിനെ മാഷറിന്ന് കാണാന്നുള്ള നിയത്തോടു കൂടി ലോകം വിടുന്നത് അടുത്തന്നെ ഉണ്ട് കേട്ടാ. അപ്പൊ മറ്റൊട്ട അടുത്തുള്ള ആൾ ഇയാളെ നോക്കിയിട്ട് അത് സദക്കത്ത പരിത്ത ഇവന്റെ രണ്ട് നിങ്ങൾ പറഞ്ഞ ശരി തന്നെ സദക്കത്ത പരിത്ത. അപ്പൊ മൂന്നാളാക്കിയിട്ട് നിങ്ങളും പറഞ്ഞ ശരി തന്നെ, ഞാനും ഉണ്ട് നിങ്ങളെ കൂടെ. ഇതല്ല ഒരാൾ ഉദ്ഘാടനം ചെയ്തില്ല, മറ്റാൾ ആവർത്തിച്ചില്ല. ഇത് അപ്പൊരു ചോദ്യം കിട്ടാലോ എല്ലാവരുടെയും ശ്രദ്ധ ആരിലേക്ക് തിരിയും? ക്ലാസ് എടുക്കുന്ന ആളിലേക്ക് തിരിയും. ഞാൻ എന്റെ ഭാഗമൊന്നും ഉണ്ടാക്കുന്നില്ല. ഒരിക്കൽ തങ്ങൾ ചോദിക്കുകയാണ്, അയ്യുക്കും മാരു വാരിസിഹി കൂടുതൽ തന്റെ അനന്തരാവകാശിയുടെ ധനത്തോട് ഇഷ്ടമുള്ള ആള്, താൻ സമ്പാദിച്ച ധനത്തോട് എന്തില്ല അവനിക്ക്? എന്തില്ല? ഓന്റെ അനന്തരാവകാശിയുടെ സമ്പത്തോടാണ് എനിക്ക് ഇഷ്ടം. ഇത് കേൾക്കുമ്പോ സഹാബത്ത് പറഞ്ഞു, എന്താന്നാ പറഞ്ഞത്? എന്താ പറഞ്ഞത്? യാ റസൂലല്ലാഹ് മാ മിന്നാ അഹദുൻ ഇല്ലാ മാലു അഹബ്ബു ഇലൈഹി. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടം ഏതിനോടാണ്? സ്വന്തം എന്തിനോടല്ല. ചുരുങ്ങിയ ഭാഷയിൽ തങ്ങൾ പറഞ്ഞു. എന്നാ കേട്ടോളി, ഇവനിക്ക് അവകാശപ്പെട്ട ധനം ഇവന്റെ വാരിസിന്റെ മുതൽ ചുരുങ്ങിയ പദം, കൂടുതൽ ആശയം. ഇവൻ ജീവിച്ചിരിക്കെ തന്നെ എവിടത്തേക്ക്? ഹസനാത്ത് എങ്ങോട്ടേക്ക് കൊടുത്തയച്ച? അള്ളാന്റെ അടുത്തേക്ക്. NR അക്കൗണ്ട്, ഏതാ എടുത്ത NR അക്കൗണ്ട്? മഹ്ശറിലെ ഡെപ്പോസിറ്റിലേക്ക്. അതായത് സദക്ക, സക്കാത്ത്, കാരുണ്യ പ്രവർത്തനം ഒക്കെ എന്തായി? വാരിസ്യങ്ങൾക്ക് പിടുത്തം കൊടുക്കാതെ ഇവനൊക്കെ നേരത്തെ തന്നെ നല്ലൊരു സംഖ്യ എടുത്തേക്ക് കൊടുത്തയച്ചു. ഇവന്റെ ജീവിച്ചിരിപ്പിൽ തന്നെ ഇവൻ എടുത്തേക്ക് കൊടുത്തയച്ചു. മരിക്കുന്നതിന് മുമ്പ് എന്നെ എടുത്തേക്ക് കൊടുത്തയച്ചു. ഇവിടത്തേക്ക് ഇവന്റെ പിന്നെ ബാക്കിയുള്ളത് അത് ഉറപ്പന്നല്ല. ഇവൻ കണ്ണ് ജീവണ്ട താമസം. ബാക്കി പറഞ്ഞോളി. ആരെടുക്കും? ഒരു യാസീനോ ഒരു ഇഖ്ലാസോ ഒന്നും ഇവർക്ക് ഓതാനുള്ള അവസരം ഉണ്ടാവില്ല. അപ്പൊ നോക്കിയട്ടെ ഏത് മുതലാണ് ഇവർക്ക് ഉപകരിച്ചത്? ഇത് ഞാൻ ഈ രീതിയിൽ ഒരു ഖുർആൻ ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോ എന്റെ കൈവല്ല ഉസ്താദേ, നാടെ ചോദിക്കുക എത്ര ശരിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാ നമ്മളെല്ലാം അവസ്ഥ എന്താ? പറയേണ്ട പോലെ പറഞ്ഞപ്പോ പ്രതികരണം വന്നു. ഇപ്പൊ അധികം നടക്കുന്ന അങ്ങനല്ലേ? ഇവനെന്താണ്? ഇവന്റെ മുതല് മുഴുവനും ഇവനെന്താക്കുകയാണ്? ഒന്നും ആയിരിക്കും കൊടുക്കാതെ എന്താക്കുകയാണ്? കെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഇവൻ പോലും ഒരു ഇസ്ത്രിയിട്ട കുപ്പായ ഇടാതെ കുളിക്കാതെ എന്നിട്ട് ഇതല്ല, ഇത് ശരിയെന്നല്ലേ? പറയേണ്ട പോലെ പറഞ്ഞാൽ കിട്ടേണ്ടതുപോലെ കിട്ടും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ചെയ്യേണ്ടത്
സാമ്പത്തിക ഇടപാട്. ഒരു കേസുണ്ടല്ലോ, അല്ല മെല്ലെ പറയാ, നമ്മളെ കക്ഷികൾ അല്ല സലാമത്താക്കട്ടെ. ഒരു നാണിക്കുന്ന ഒരു കേസില്ല. എന്ത് കേസാ? എന്താ ശിക്ഷക്ക് പറയല്? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം ലീക്കായി പോകും. ഇയാളാന്നല്ല നമ്മളെ ദിക്റുകൾക്ക് നേതൃത്വം നൽകിയത് അല്ലാഹ്. ഇയാളാന്നല്ല 27 റമദാൻ 27 പൊട്ടിക്കറിഞ്ഞത് ഇയാളാന്നല്ല. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. സംഭവമാണല്ലോ വേണ്ടത്. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ ഗഫറല്ലാഹു ലഹു, ജ്യേഷ്ഠൻ മരണപ്പെട്ട് 5 വർഷമായി, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. നാട്ടിലെ പള്ളിയുടെ മുമ്പിൽ അസ്രസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പോസ്റ്റ്മാന് ഒരു പുസ്തകവും ഒരു പാർസലുമായിട്ട് വന്നു. നിങ്ങളെ ഖത്തീബിനുള്ളതാണെന്ന് കേൾക്കുന്നുണ്ട് എല്ലാവരും. മൂടുണ്ടോ? കേൾക്കാൻ മൂടുണ്ടോന്ന്? മൂടുന്ന മുഖമുണ്ടോന്നല്ല, മൂടില്ല. ഇതെന്തെല്ലാം മൂട്, അത് മുഖാണ്. അപ്പോ പോസ്റ്റ്മാന് ചോദിച്ചു എന്താണ്. അപ്പൊ അയാളിപ്പോ കുറച്ച് വൈകും എത്താൻ, അർജന്റാണോ എന്താണത്? അത് ഡയാനയെ പറ്റിയാണ്. ഡയാനാന്ന് തിരിയണമെങ്കിൽ നിങ്ങൾക്ക് ലോകവിവരം പോകണം. ഡയാന അറിയോ? പണ്ട് ആക്സിഡന്റിൽ മരിച്ച ലോകസുന്ദരി കേട്ടണ കൂട്ടരെ ഇല്ലേ? അറിയില്ലേ? ഓ മാഷാ അല്ലാഹ്, ലോകവിവരമുള്ള ആളെ നമ്മളെ ഇവിടെ ഉണ്ടല്ലോ. പഠിച്ചോനെ കുറച്ച് അകലും പഠിക്കണം. അതെന്ന് പറഞ്ഞപ്പോ സെക്രട്ടറി പ്രസിഡന്റ് നോക്കിയിട്ട് ഒരു ചിരി, ലഫ്ലിയാ ചിരിയല്ല, മാനവിയായ ചിരിയാന്നേ. എങ്ങനെയുണ്ട് നമ്മളെ ഖത്തീബ്? ഖത്തീബ് വായിക്കുന്നത് ഇമ്മാതിരി പുസ്തകമാണ്. നിന്നില്ല അവിടെ നിന്നില്ല. ആ സംഭവം അവിടെ ഒതുങ്ങിയില്ല. റമദാൻ 27 ഇയാൾ അല്ലാഹ് നോട്ടി പൊട്ടിക്കരിയാണ്. ഒരാളെ കമന്റ്, ആ ഡയാനയോടായിരിക്കും അയാൾ നോക്കിയിട്ട് ലമീർ മടങ്ങി. ഒരാള് സ്വപ്നം കാണുകയാണ്. ഉറങ്ങുന്ന ഒരാള് കണ്ണട ഇട്ടിട്ട് ഉറങ്ങുന്ന കണ്ടപ്പോ ചോദിച്ചു, നിങ്ങളെന്ത് ഉറങ്ങുമ്പോ കണ്ണട ഇടുന്നത്? സ്വപ്നം ക്ലിയർ ഇല്ല. ഇന്നലെ കണ്ട സ്വപ്നം നമുക്ക് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോ കണ്ണട ഇട്ടിട്ട് ഉറങ്ങുന്നത്, സ്വപ്നം നല്ല ക്ലിയർ ആയി കിട്ടാൻ മതി എന്ന് പറഞ്ഞത്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ നബിസ നിങ്ങളുടെ ദ്വാ കേൾക്കണം നമ്മള്. അപ്പൊ നമുക്ക് കാര്യം തന്നെ വെട്ടിത്തുറന്ന് ചങ്കൂറ്റത്തോടെ, ഇതൊരു ലൈംഗികമായ ഒരു അപരാധം തന്നെയാണ്, അത് മറക്കാൻ കഴിയില്ല. പിന്നെ സാമ്പത്തികം അവിടെ പോയാൽ തന്നെ തുടങ്ങും, കടവും വായ്പയും തുടങ്ങും. പിന്നെ പറയും കടം വാങ്ങിയിട്ട് കുറെ ആയി, അയാൾ ഇതുവരെ എന്തായിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. എന്നാ കേട്ടോളി നബിസ ഞങ്ങളുടെ ദ്വാ. നിങ്ങളുടെ തങ്ങൾ ദ്വാരക്ക് എന്താ? اللهم لا تجعل لفاجر ولا لفاسق علي يدا ولا نعمة فيوده قلبي. പടച്ചവനെ, ഒരു തമ്മാടിയോട് എനിക്ക് വിധേയത്വം ഉണ്ടാക്കല്ലേ അല്ലാഹ്. തമ്മാടിയോട് എനിക്ക് വിധേയത്വം ഉണ്ടാക്കിയാൽ അയാളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഔദാര്യം ഞാൻ ഫയവദ്ദു കൽബി, എനിക്ക് അയാളോട് സ്നേഹം ഉണ്ടാവും. അത് വലിയ അപകട. അങ്ങുള്ള അവസരം നീ പഠിച്ചോനെ നീ ഉണ്ടാക്കല്ല. അപ്പൊ നമ്മളുടെ വ്യക്തിത്വം ചോർന്നു പോവാൻ സാധ്യതയുള്ള ഫീൽഡിലേക്ക് നമ്മൾ കരുതലോട് കൂടിയിട്ട് എന്താക്കാൻ പറ്റും? ഇറങ്ങാൻ പറ്റും. പിന്നെ 2 സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കേട്ടോ. 2 സംഭവം. സമയം പോയാൽ അറിയില്ല. 2 സംഭവം ഞാൻ ഉടല്ലോ. എന്ത് അതും കൂടി പറയണേ അല്ല. എന്ത് ലാ തുഹക്കിറന്ന, അത് നമുക്ക് മനപ്പാടായിട്ടുണ്ടാവും. ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലു അൻ തൽക. സംഭവമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. എനിക്ക് മകൾക്കൊരു പുതിയാപ്പളെ അന്വേഷിച്ചു. കേൾക്കണം, നിങ്ങൾക്കും ഉണ്ടാവില്ല മക്കൾ, ഇത് നിങ്ങൾക്ക് അനുഭവമാണ്. അപ്പൊ അയാള് പെണ്ണ് കാണാൻ വേണ്ടി വന്ന സിറ്റ് ഔട്ട് ചെയ്യുന്നപ്പോ ഞാൻ അയാളെ എന്താ ചെയ്യണ്ടേ പറഞ്ഞിട്ട്, നിങ്ങൾ എന്താ ഒരു സുന്നത്തുണ്ടല്ലോ, ആർക്കും പറയാൻ കഴിയും സുന്നത്ത്. യാത്ര ചെയ്തിട്ട് വരുന്നാള് അല്ലെങ്കിൽ കണ്ടിട്ട് കുറെ ആയി, അങ്ങനെ ഒരാൾ കാണുമ്പോൾ ഒരു സുന്നത്തുണ്ടാ ആലിക്കണം. വാനക്കത്ത്
ഞാനാണ് മുനാനക്കത്ത് ചെയ്തു. അതിന് ശേഷം ഇയാൾ എന്ത് കണ്ടു? മാസ ഉറങ്ങുന്ന ആള് മാസാകാണ്. പെണ്ണ് കണ്ടു. അയാളെ ചിരിച്ചിട്ട് നല്ല പുഞ്ചിരിയോടുകൂടി തന്നെ പോയി. അപ്പൊ എനിക്ക് തോന്നി ദുആക്ക് ഉത്തരം കിട്ടി എനിക്ക് തോന്നി. പിന്നെ മാസങ്ങൾക്ക് ശേഷം എന്നോട് ഭക്ഷണത്തിൽ ഒന്നിച്ചിരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞ വാക്ക്, ഉപ്പാന്നല്ല വിളിക്കുക, അല്ല മകളെ ഭാര്യന്റെ ഉപ്പാനെ ഇങ്ങോട്ട് എന്താ വിളിക്കല്? കാക്കാന്ന. എന്നോട് വിളിച്ചു. അയാളെ മോളെ അയാളോടായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അർദ്ധ മനസ്സോട് കൂടിയിട്ട് ഇവിടെ വന്നേ. നിങ്ങൾ ആനിങ്ങനെ കണ്ടപ്പോ ബാക്കി പറപ്പ എല്ലാ ആരോപണവും എന്തായി? ഉരുകി ഒലിച്ചുപോയി. ലാ തുഹക്കിറന്ന മിനൽ മഅറൂഫി വലു അൻ തൽകാ അഖാക. അപ്പൊ അല്ലാഹ് നിസ്സാരം കൊണ്ട് എന്താ? നിങ്ങൾ നിസ്സാരമാക്കണ്ട. മറ്റൊരു അനുഭവം ഇതോടുകൂടി ക്ലാസ് നിർത്തുക. ഇപ്പൊ ഉണ്ടായ അവളെ കൂടെയുള്ള അവളെ കൂടെയുള്ള പാടിയല്ലേ? മോന്നസല്ലേ? സഹപാടി എത്തുന്ന അത് അറബിയല്ല. അപ്പൊ അവിടെ ഇങ്ങനെ സീരിയൽ ഇരിക്കുമ്പോ ഒരു പർദ്ദയിട്ട ഒരു ഇന്നാന്ന ഇങ്ങോട്ട് പറയല് ഇന്നിങ്ങനെ നിൽക്കും. ആരും സീറ്റ് എന്തായില്ല. ഈ കുട്ടി എന്തായി? ഈ പെണ്ണുങ്ങൾക്ക് നമ്മളെ കക്ഷിയില്ലേ സീറ്റ് എന്തായി? ഒഴിഞ്ഞു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോ ആ പെണ്ണുങ്ങളുടെ അടുത്ത് വേറൊരു സീറ്റ് ഒഴിഞ്ഞു കിട്ടി. ഈ കുട്ടിയെ വാ മോളെ നിർത്തി അവിടെ ഇരുത്തി. നോക്കണം മോളെ എവിടെയാ വീട്? ആരാ മോള? ആരാ മോന?